Hello, good morning students. Welcome to my class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യോമീറ്ററിനെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരു EMF അല്ലെങ്കിൽ രണ്ട് വോൾട്ടേജ് ബാറ്ററികളുടെ EMF കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാം. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ടത് ഒരു വയറാണ്. ആ വയറിൻ്റെ പ്രത്യേകത ഇറ്റ് ഷുഡ് ബി യൂണിഫോം ക്രോസ് സെക്ഷൻ. Not only that, as a result, the potential difference per unit length of the wire is constant throughout the length of the wire. ആ വയറിൻ്റെ മുഴുവൻ നീളത്തിലും 1 സെൻറ്റിമീറ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. And the potential difference per unit length of the wire is constant throughout the length of the wire. The potential difference across any 2 points of the wire is proportional to the length of the wire. ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ വയർ പോയിന്റുകളുടെ നീളത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇത് നമ്മളെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സർക്യൂട്ടാണ്. ഇവിടെ നമ്മൾക്ക് AB എന്ന് പറയുന്ന വയറാണ്. സാധാരണ 10 മീറ്റർ ആയിരിക്കും. പ്രൈമറി സർക്യൂട്ടിൽ ഒരു ബാറ്ററി ഉണ്ടായിരിക്കും, റിയോസ്റ്റാറ്റ് ഒരു കീ ഉണ്ടായിരിക്കും, പിന്നെ ബിയിലേക്ക് കണക്ട് ചെയ്യുന്നു. സെക്കൻഡറി സർക്യൂട്ടിൽ ഇത് നമ്മൾ ഏത് സെല്ലിൻ്റെ EMF ആണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ സെക്കൻഡറിയിൽ കണക്ട് ചെയ്യും. ഒരു ഗാൽവോമീറ്റർ, ഒരു ഹൈ റെസിസ്റ്റൻസ്, ഒരു ജോക്കി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വയറിലെ പല ഭാഗത്ത് നമ്മൾക്ക് കോണ്ടാക്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റാണ് ജോക്കി എന്ന് പറയുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനേക്കാളും കുറവായിരിക്കണം ഈ വോൾട്ടേജ്. ആദ്യമായി ഈ വയർ AB പൊട്ടൻഷ്യോമീറ്റർ വയറാണ്. അതിൻ്റെ നീളം L ആണെങ്കിൽ, പക്ഷേ യൂണിഫോം ആയിരിക്കണം, ക്രോസ് സെക്ഷൻ യൂണിഫോം ആയിരിക്കണം, റെസിസ്റ്റൻസ് യൂണിഫോം ആയിരിക്കണം. RAB be the its resistance, I be the steady current flowing through the wire. സ്വാഭാവികമായി ഒരു പ്രൈമറി ബാറ്ററി കൊണ്ടുണ്ടാകുന്ന കറണ്ട് I ആണെന്ന് സങ്കല്പിക്കാം. നമ്മൾ 2 പോയിന്റ് എടുത്തു, AB എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ആ AB എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB ആണെന്ന് സങ്കല്പിക്കാം. Let rho be the specific resistance of the material of the wire. അപ്പോൾ ഈ വയറിൻ്റെ 1 സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ നീളമുള്ള അത്രയും ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് റോ എന്ന് പറയുന്നത്. ലെറ്റ് ദർ ബി യൂണിഫോം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ലെങ്ത് ഓഫ് ദ വയർ. അതുകൊണ്ട് ഓരോ സെൻറ്റിമീറ്ററിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്കറിയാം, ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R is proportional to L/A. സോ R is equal to rho L/A. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന സെക്ഷനിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് rho L/A. ഓംസ് ലോ അനുസരിച്ച് വോൾട്ടേജ് എന്ന് പറയുന്നത് IR ആണ്. I × RA. Rൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, rho L/A. സോ rho I/A × LAB. അപ്പോൾ അതിൻ്റെ അർത്ഥം AB എന്ന് പറയുന്ന സെക്ഷനിലെ വോൾട്ടേജ് Rക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, LABക്ക് ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കറണ്ട് നമുക്കറിയാം, കറണ്ട് ഈ ഒരു ഗിവൺ LABക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. Let us consider a point P on the wire and the length of the wire between A and PB LAP. നമ്മൾ ഒരു പോയിന്റ് സങ്കല്പിക്കാം വയറിലെ. ആ പോയിന്റ് P ആണെന്ന് സങ്കല്പിക്കാം. ആ പോയിന്റ് AP എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ AP എന്ന് പറയുന്ന സെക്ഷനിലെ ലെങ്ത് എന്ന് പറയുന്നത് LAP ആണ്. അപ്പോൾ ആ സെക്ഷനിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RAP ആണ്. RAP എന്ന് പറയുന്നത് rho LAP/A. The potential difference across the wire of length LAP is equal to VAP is equal to IRAP. അപ്പോൾ ഈ VAP എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1 ഉം 2 ഉം ഡിവൈഡ് ചെയ്യാം. VAP/VAB എന്ന് പറയുന്നത് VAP/VAB is equal to ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് I × RAP. RAP എന്ന് പറയുന്നത് rho LAP/A. വീണ്ടും ഒന്നാമത്തെ ഇക്വേഷൻ അല്ല, VABയുടെ ഇക്വേഷൻ. അങ്ങനെ നമ്മൾ VAB/rho LAB × A എന്ന് കിട്ടി.
ചുരുക്കി പറഞ്ഞാൽ VAP എന്ന് പറയുന്നത് LAPക്ക് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സെന്റൻസിൽ ഇങ്ങനെ പറയാം, when a constant current flows through a wire, then the potential difference between any 2 points of the wire is directly proportional to the length of the wire between these 2 points. In such a case, the potential difference per unit length of the wire is called constant and is called as potential gradient of the wire or voltage drop across the wire. എപ്പോഴാണ് ഒരു പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ കോൺസ്റ്റൻ്റായി സ്ഥിരമായ ഒരു കറണ്ട്, ഒരു മാറാത്ത കറണ്ട് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഓഫ് ദ വയർ, ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ വയർ. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതിന് നേർ അനുപാതത്തിലായിരിക്കും, ടു ദ ലെങ്ത് ഓഫ് ദ വയർ. ലെങ്ത് ഓഫ് ദ വയർ എന്ന് വെച്ചാൽ ആ വയറിൻ്റെ നീളം, ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്, ഈ 2 പോയിന്റുകൾ തമ്മിൽ. ഇൻ സച്ച് എ കേസ്, ആ സമയത്ത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ ഈസ് കോൺസ്റ്റൻറ്റ്. അതേ സമയത്ത് എന്തായിരിക്കണം? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത്, ഒരു സെൻറ്റിമീറ്ററിൽ എടുത്താൽ ആ സെൻറ്റിമീറ്റർ വയറിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, മാറാത്തതായിരിക്കണം. അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ വയർ എന്ന് വിളിക്കും. ഇനി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടൻഷ്യോമീറ്ററിൽ? ദ EMF ഓഫ് ദ സെൽ കണക്റ്റഡ് അക്രോസ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ EMF ടു ബി കമ്പയർഡ്. നേരത്തെ പറഞ്ഞിരുന്നു, പ്രൈമറി ബാറ്ററിയുടെ വോൾട്ടേജ് കൂടുതലായിരിക്കണം, സെക്കൻഡറിയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ബാറ്ററിയുടെ EMF കുറവായിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈവൻ B എന്ന് പറഞ്ഞ പോയിന്റ് ഫുൾ വയർ എടുത്താൽ പോലും അതിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജിലേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ബാലൻസിങ് പോയിന്റ് കിട്ടില്ല. എങ്ങനെയാണ് ഇത് ബാലൻസിങ് പോയിന്റ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലോസ് സെക്കൻഡറി സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് രണ്ട് കറണ്ട് ഓപ്പോസിറ്റ്, അതായത് പ്രൈമറിയിൽ നിന്ന് വരുന്ന കറണ്ടും സെക്കൻഡറി കൊണ്ടുണ്ടാകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതും. പക്ഷേ സെക്കൻഡറി വോൾട്ടേജ് വേരിയബിൾ ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ സംഭവിക്കുമ്പോൾ, ആ ലെങ്ത് എടുക്കുമ്പോൾ AP എന്ന് പറയുന്ന പോയിന്റ് ഒരു പർട്ടിക്കുലർ ലെങ്തിൽ എത്തുമ്പോൾ ആ വോൾട്ടേജും സെക്കൻഡറി ബാറ്ററിയുടെ വോൾട്ടേജും ഈക്വൽ ആവുകയും അത് ക്യാൻസലായി പോവുകയും ആ ക്ലോസ് സർക്യൂട്ടിൽ കറണ്ട് 0 ആവുകയും ചെയ്യും. സോ മൂന്നാമത്തെ കാര്യം, ദ പൊട്ടൻഷ്യോമീറ്റർ വയർ മസ്റ്റ് ബി യൂണിഫോം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വോൾട്ടേജ് പെർ യൂണിറ്റ് സെൻറ്റിമീറ്റർ കോൺസ്റ്റൻ്റ് ആയിരിക്കുകയുള്ളൂ. ദ റെസിസ്റ്റൻസ് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ ഷുഡ് ബി ഹൈ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറവാകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും കുറവായിരിക്കും, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കുറയും. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ വോൾട്ട്മീറ്ററിനേക്കാളും പ്രിഫർ ചെയ്യുന്നത്? Potentiometer can be used to measure the internal resistance of a cell which cannot be measured by a voltmeter. ഒരു വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല, പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. A potentiometer can be used to measure EMF of a cell which cannot be measured by a voltmeter. ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാൻ സാധിക്കും, which cannot be measured by a voltmeter. Voltmeter ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കില്ല. When a voltmeter is connected in a circuit, it draws a current through the circuit and thus can measure the potential difference across the cell terminals. ഒരു വോൾട്ട്മീറ്റർ നമ്മൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡ്രോസ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആൻഡ് ക്യാൻ മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സെൽ ടെർമിനൽസ്. ഒരു സർക്യൂട്ടിൽ നിന്നും കറണ്ട് അത് വലിച്ചെടുക്കുകയും ആൻഡ് ക്യാൻ മെഷർ അങ്ങനെയാണ് അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. എന്നാൽ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്താൽ ഇറ്റ് ഡ്രോസ് നോ കറണ്ട് ഫ്രം ദ സർക്യൂട്ട് വെൻ ദ നൾ പോയിന്റ് ഇസ് ഒബ്റ്റൈൻഡ്. ബാലൻസിങ് പോയിന്റ് എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഏത് സർക്യൂട്ടാണ് മെഷർ ചെയ്യേണ്ടത് അതിൽ നിന്നും ഒരു കറണ്ട് മെഷർ ചെയ്യുന്നില്ല, അബ്സോർബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് ലഭിക്കുന്ന റീഡിങ്സ് വോൾട്ട്മീറ്ററിനേക്കാളും ആക്യുറേറ്റ് ആയിരിക്കും. അടുത്തതായി, പൊട്ടൻഷ്യോമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ എക്സ്ട്രീംലി സ്മോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആക്യുറേറ്റ്ലി വിച്ച് കനോട്ട് ബി മെഷേർഡ് ബൈ എ വോൾട്ട്മീറ്റർ. കാരണം പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ നീളം 10 മീറ്റർ ആയതുകൊണ്ടും അതിന്
ടോട്ടൽ വോൾട്ടേജിനെ ഇത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ടും ഈവൻ വയറിൻ്റെ നീളം നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇതിനേക്കാളും ചെറിയ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് ചെറിയ വോൾട്ടേജുകൾ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. പൊട്ടൻഷ്യോമീറ്റർ ഇസ് മോർ സെൻസിറ്റീവ് കമ്പയർഡ് ടു ദ വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്ററിനെ അപേക്ഷിച്ച് വളരെ ചെറിയ കറണ്ടുകൾക്ക് പോലും അല്ലെങ്കിൽ വോൾട്ടേജുകൾക്ക് പോലും ഒരു റീഡിങ്സ് കാണാൻ സാധിക്കും. The accuracy of the potentiometer can be increased by increasing the length of the wire. പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ നീളം കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ആക്യുറസി കൂട്ടാൻ സാധിക്കും. ബട്ട് ആക്യുറസി ഓഫ് എ വോൾട്ട്മീറ്റർ കനോട്ട് ബി ഇൻക്രീസ്ഡ് ബിയോണ്ട് ദ ലിമിറ്റ്. എന്നാൽ ഒരു വോൾട്ട്മീറ്ററിൻ്റെ ആക്യുറസി നമ്മൾക്ക് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കൂട്ടാൻ സാധിക്കില്ല. Now, what are the disadvantages? A voltmeter is a direct reading measurement, while potentiometer is not so. So, we have to perform calculations to find the result. ഒരു വോൾട്ട്മീറ്ററിൽ നിന്നും നേരിട്ട് നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നാൽ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്നും ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. അതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾക്ക് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. എ വോൾട്ട്മീറ്റർ ഇസ് പോർട്ടബിൾ വൈൽ പൊട്ടൻഷ്യോമീറ്റർ ഇസ് നോട്ട് പോർട്ടബിൾ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പം വോൾട്ട്മീറ്റർ ആണ്, പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ അത്ര എളുപ്പമല്ല. സോ വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ? A potentiometer consists of a wire. It is uniform wire. Mostly it is 10 meter long and it is stretched between 2 points A and B on a wooden board. So ഒരു പലകയ്ക്ക് മുകളിൽ 10 മീറ്റർ വയർ വരിയായിട്ട് നമ്മൾ ഒറ്റ വയറാണ്, അത് യൂണിഫോം ആയിരിക്കണം. അത് നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അതിന് മുകളിൽ പലകയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. A battery having sufficiently large EMF is connected between A and B of the wire. ഒരു ബാറ്ററി എടുക്കുക, അതിനെ എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുക. On closing the key, current will flow through the wire. ഈ പ്രൈമറി സർക്യൂട്ടിലെ കീ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറണ്ട് ഒഴുകാൻ തുടങ്ങും. The current in the wire can be adjusted by adjusting the rheostat connected in series with the battery. ഈ പ്രൈമറി സർക്യൂട്ടിലെ കറണ്ടിനെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈമറി സർക്യൂട്ടിലെ റിയോസ്റ്റാറ്റിനെ അഡ്ജസ്റ്റ് ചെയ്താൽ. The battery maintains a uniform potential gradient along the length of the wire. അങ്ങനെ നമ്മൾക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ നീളം മുഴുവനായി നമ്മൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഉണ്ടാകും. Uses of a potentiometer: to measure EMF of a cell or to compare EMFs of two cells by individual method. എങ്ങനെ നമ്മൾക്ക് രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാൻ സാധിക്കും? ആദ്യമായി the positive terminal of the first cell E1 is connected to the end A in the secondary circuit and the negative terminal is connected to the jockey through the galvanometer. ആദ്യമായി ഒന്നാമത്തെ സെല്ല് സെക്കൻഡറിയിൽ കണക്ട് ചെയ്യുന്നു. പോസിറ്റീവ് ടെർമിനൽ എയിലേക്കും നെഗറ്റീവ് ടെർമിനൽ ജോക്കിയിലേക്കും കണക്ട് ചെയ്യുന്നു. By closing the key, the jockey is moved along the wire AB and null point P is determined such that the galvanometer shows no deflection. അവസാനം നമ്മൾ ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഒരു പർട്ടിക്കുലർ നീളം ജോക്കി മാറിക്കൊണ്ട് ഈ നീളം L1 ആണെന്ന് സങ്കല്പിക്കുന്നു. The PD across this length is balancing length is E1. EMF of the cell is potential difference across AP. E1 is equal to KL1. K is the potential gradient of the wire. L1 എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ ലെങ്ത് ആണ്. Then the cell of EMF E1 is disconnected and the cell of EMF E2 is connected in circuit and the procedure is repeated. അങ്ങനെ ഈ E1 മാറ്റിയിട്ട് E2 കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നു. E1 by E2 is equal to L1 by L2. To measure EMF of a cell or to compare EMF of two cells by sum and difference method. അത് നമ്മൾക്ക് പിന്നെ പഠിക്കാം. അതുമാത്രമല്ല നമ്മൾക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് നോക്കാം. A battery having EMF greater than the EMF of the cell whose internal resistance to be measured is connected in series. Primary circuit കണക്ട് ചെയ്യുന്നു. The positive terminal of the cell of EMF is connected to the A. ഏത് സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ കണക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എയിലേക്ക് കണക്ട് ചെയ്യുന്നു. The negative terminal of E is connected to the jockey through the galvanometer G.
നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ജോക്കിയിലേക്ക് കണക്ട് ചെയ്യുന്നു ഗാലനോമീറ്റർ വഴി. ദ റെസിസ്റ്റൻസ് ബോക്സ് ആൻഡ് കീ K2 ആർ കണക്റ്റഡ് അക്രോസ് സെൽ ഇ. റെസിസ്റ്റൻസ് ബോക്സ് K2 നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്റ്റഡ് അക്രോസ് ദ സെൽ ഇ. ഒരു സെല്ലിന് ഇ എന്ന് പറയുന്ന സെല്ലിന് കണക്ട് ചെയ്യുന്നു, അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇനിഷ്യലി ദ കീ K2 is kept open by closing the key K1. Closing the key K1, current is passed through the potentiometer wire so that uniform potential gradient is produced across the wire. So ആദ്യമായി K2 ഓപ്പൺ ആയിട്ട് K1 ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ കറണ്ട് ഒഴുകി തുടങ്ങുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബൈ സ്ലൈഡിംഗ് ദ ജോക്കി അലോങ് ദ വയർ എ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഗാലനോമീറ്റർ 0 കാണിക്കുന്ന സ്ഥലം കാണുന്നു. ദ ലെങ്ത് ഓഫ് ദ വയർ AP L1 മെഷർ ചെയ്യുന്നു. ആസ് ദ സെൽ ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ട് ദ EMF ഓഫ് ദ സെൽ ഈസ് ഈക്വൽ ടു ദ PD അക്രോസ് സെൽ. അപ്പോൾ നമ്മൾ സെക്കൻഡറിയിൽ EMF മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ EMF സെക്കൻഡറി സെല്ലിന് പാരലായിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസിൻ്റെ കൂടെ ഒരു കീയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കീ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഒരു സെക്കൻഡറി സർക്യൂട്ടിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സെക്കൻഡറി സർക്യൂട്ടിൽ മാറിയ സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൽ നിന്നാണ് ജോക്കിയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾക്ക് ഈ രണ്ടാമത്തെ സമയത്ത് K2 എന്ന് പറഞ്ഞ സെല്ല് കീ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. പക്ഷെ അപ്പോൾ L1 ആയിരിക്കും. ആദ്യം L ആയിരുന്നു, ഇപ്പോൾ L1 ആയിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് V ഈസ് പ്രൊപ്പോർഷണൽ ടു L1. ആദ്യം E ഈസ് പ്രൊപ്പോർഷണൽ ടു L ആയിരുന്നു. E ബൈ V ഈസ് ഇക്വൽ ടു L ബൈ L1. ബൈ ഓംസ് ലോ E ഈസ് ഇക്വൽ ടു IR പ്ലസ് IR ആൻഡ് V ഈസ് ഇക്വൽ ടു IR. ഇങ്ങനെ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, IR പ്ലസ് IR ബൈ IR. അതിനുശേഷം നമ്മൾക്ക് ക്യാപിറ്റൽ R ഇൻറ്റു L ബൈ L1 മൈനസ് 1 എന്ന് കിട്ടും. നമ്മൾക്ക് ഇട്ട റെസിസ്റ്റൻസ് ബോക്സിൽ ഇട്ട റെസിസ്റ്റൻസും വിത്തൗട്ട് റെസിസ്റ്റൻസ് ബോക്സിലെ ബാലൻസിംഗ് ലെന്തും വിത്ത് റെസിസ്റ്റൻസ് ബോക്സിലെ ബാലൻസിംഗ് ലെന്തും അറിയാമെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഓൺ ആൻഡ് ഓൾ.